ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിലും വീഡിയോസ് ഞാൻ കുറച്ചൊക്കെ അന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ തിരക്കൊന്നും പറയാതിരിക്കാൻ കേട്ടോ നല്ലത്. അത്രത്തോളം തിരക്കിയിരുന്നു. നമ്മൾ വീഡിയോസ് എടുക്കുന്നതൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇതാ വൈകിട്ടാണെങ്കിലും ആ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കടയൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതേപോലെ പോകാനും ഒക്കെ നന്നായി വരാനും എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഉള്ളവർക്ക് ചായയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഒത്തിരി നേരം പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിയാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടത്തിയിരുന്നു കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ അതൊക്കെ റാഹത്തായി നമ്മൾ വിളിച്ചവരെല്ലാം വരും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിലൂടെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഷോപ്പിലൊന്ന് കയറിയിട്ട് പോകും കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ അവിൽ മിൽക്കും ജ്യൂസുകളും ഷേക്കുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. കാരണം ആരും ഇതേവരെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എന്താ പറയുക, നമുക്ക് ഓരോ തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് വീഡിയോസൊന്നും നമ്മൾ കരുതുന്ന പോലെ ഇടാൻ കഴിയണില്ല. ഏതായാലും നമ്മുടെ കുറച്ച് തിരക്ക് കുറച്ച് കഴിഞ്ഞാൽ തീരുമെന്നാണ് വിചാരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ പഴയ പോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം പറ്റട്ടെ എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ആ കസ്റ്റമറൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫോൺ പിടിക്കുന്ന രീതി പല രീതിയിലായിരിക്കും കേട്ടോ. കാരണം നമ്മളെ തിരക്ക് കാരണം നമ്മൾ കരുതുന്ന പോലെ ഒന്നും വീഡിയോസ് ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ ചില കസ്റ്റമർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർ റെഡി ആയിട്ട് തന്നെ നിന്ന് കേട്ടോ. ഏതായാലും ഷോപ്പൊക്കെ നല്ല റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഓരോ വീഡിയോസും ഇടും കേട്ടോ. കുറച്ച് വൈകിട്ടാണെങ്കിലും പഴയ കുറച്ച് വീഡിയോസ് ഇടാനുണ്ട്. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഷെയർ ആക്കും. അപ്പോൾ നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് അന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഉദ്ഘാടന ദിവസം അങ്ങനെയാണല്ലോ, നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ ആ തിരക്ക് ഒന്ന് ഒഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഷോപ്പിൻ്റെ എന്താ പറയുക ലൈസൻസ് നമുക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ലൈസൻസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പടിക്കാടുള്ള നമ്മളെ വ്യാപാരി എന്താ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലൈസൻസ് തന്നെ ചടങ്ങും ഒക്കെ അന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര തിരക്ക് തന്നെയായിരുന്നു കേട്ടോ അന്ന്. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ വീട്ടിൽ ആക്കണം എന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല. അവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ അന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണില്ല കേട്ടോ. കാരണം അത്രത്തോളം എന്തോ തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് തിരക്ക് ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ഞാൻ വേഗം പോയി പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ പോയിട്ട് നമ്മളെ ലൈസൻസ് വാങ്ങിയിട്ടോ. അൽഹംദുലില്ലാ അതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. നമുക്ക് ലൈസൻസ് കിട്ടുന്നതും ഒക്കെ. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കണം എന്തെങ്കിലും ഒരു ബിസിനസ്. പക്ഷേ നമുക്ക് പറ്റുന്ന ബിസിനസ്സാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാലും വേണ്ടില്ല, എന്തെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെടുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക പ്രയത്നിക്കുക, അത്രയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് അൽഹംദുലില്ലാ നമ്മൾ സന്തോഷമായി. കാരണം ഞാൻ ചെറിയൊരു കാര്യം ആഗ്രഹിച്ചിരുന്നു, അതെനിക്ക് അള്ളാഹ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കത് നേടുന്നില്ലതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ആരെയും ഒന്നിനും വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോകുന്നില്ല. നമ്മളൊക്കെ ഡയറക്റ്റായിട്ട് അള്ളാഹുവിനോടുള്ള ഇടപാടാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് ചെയ്യണോ അതേപോലെ തന്നെ അതേപോലെ കുറച്ച് വൈകിട്ടാണെങ്കിൽ നമുക്ക് കിട്ടും എന്നാണ്. അങ്ങനെ ആ ലൈസൻസ് അന്ന് അവിടുത്തെ പാണ്ടിക്കാട് മെമ്പർ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടോ. പക്ഷേ ഞാനിതിന് ഇബ്ബാനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം കടയിൽ ആളില്ലാത്തതുകൊണ്ട് ഇബ്ബ അവിടെ നിന്നിട്ട് ഞാനും വലിയ മോളുമാണ് കേട്ടോ ഇത് മേടിക്കാൻ വന്നത്. അപ്പോൾ എനിക്ക് അതൊക്കെ അവർ തരികയും അവരെല്ലാവരും എനിക്ക് പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയായി. അപ്പോൾ രാത്രി ഒരുപാട് വൈകിട്ടും തന്നെ കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് പിന്നെ നമ്മുടെ മക്കളൊക്കെ തന്നെ അന്ന് അവിടെ ആയിരുന്നു കേട്ടോ. കാരണം കുറച്ച് തിരക്ക് അധികം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒത്തിരി ആളുകൾ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 12:30 കേട്ടോ നമ്മൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് രാത്രി. അപ്പോൾ അവർക്കൊക്കെ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഹോട്ടലിലൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കും എല്ലാ ഹോട്ടലിലും ഫുഡ് തീർന്നിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ലാസ്റ്റ് ഒരു ഹോട്ടൽ അവരുടെ അടുത്ത് കുറച്ച് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര ആളാന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് നിന്നു. പക്ഷേ അവരും തന്നെ ഷോപ്പൊക്കെ അടച്ചിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഒരു 12:30 1 മണി 12 ആയി തുടങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവരെല്ലാം കൂടി ചെയ്തു കേട്ടോ. ഏതായാലും നമ്മളെ ഷോപ്പിലത്തെ എല്ലാ സ്റ്റാഫും നമുക്ക് നല്ല സഹകരിച്ചാണ് കേട്ടോ നിൽക്കൽ. എല്ലാ മക്കളും തന്നെ നമുക്ക് അത്രത്തോളം അടുപ്പമുള്ളതുപോലെ കേട്ടോ അവർ നമുക്ക് നിന്ന് തരില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ ഹോട്ടലിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ അവരെയും കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നത് കുറച്ച് മന്തി റൈസും അൽഫാമും കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അത് മതിയെന്നില്ല കേട്ടോ. കാരണം അവരൊക്കെ വിശന്ന് ആകെ എന്തോ പോലെയായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും നമ്മൾ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് അവരും ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി. അങ്ങനെ ഉദ്ഘാടനം നമ്മൾ ഉഷാറായി കഴിഞ്ഞിട്ടോ. പക്ഷേ നമുക്ക് ആ വീഡിയോസ് എങ്ങനെ എന്തൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും
എന്താ പറയുക ലേറ്റായിട്ട് വീഡിയോസ് എടുത്തത്. അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ ഓരോരുത്തരായിട്ട് ബൈക്കുള്ളവരെ അവർ ഓരോരുത്തരായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്ത് അന്നത്തെ ദിവസം അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി കാണാം.